ചീര കൃഷി ചെയ്യുമ്പോൾ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ ഉറുമ്പ് കൊണ്ടുപോകുന്നത്, പിന്നെ അടുക്കിടയ്ക്ക് ചീര ഇങ്ങനെ കുമിഞ്ഞുകൂടി വളർന്ന് അത് നമുക്ക് പറിച്ച് നടാൻ പറ്റാത്ത പ്രയാസം. അപ്പം അതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചീര എടുത്തു കഴിഞ്ഞാൽ, ചീര വിത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു സ്പൂണോളം അല്ലെങ്കിൽ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒന്നെങ്കിൽ നമുക്ക് തരി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പൂഴി ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടിക്കടിക്കായി ഉണ്ടാകുന്ന ചീരയില്ലേ, അത് ഒഴിവാക്കി നമുക്ക് സ്പ്രെഡായിട്ട് ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ചീര ഉണ്ടാവാനും അത് പറിച്ച് നടാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ആദ്യം തന്നെ നമ്മൾ നിലം ഒരുക്കി കൊടുക്കണം. ചീര കൃഷിക്ക് നന്നായി കിളച്ചൊരുക്കി അതിലോട്ട് നമുക്ക് കുമ്മായവും അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നനച്ച ശേഷം നമുക്കിതുപോലെ പാകി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ഞാൻ നിലം ഒരുക്കി കൊടുത്തതാണ്. അതിലോട്ട് വളവും അതുപോലെ കുമ്മായിലിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വളം എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിവളമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചീര ഒന്ന് ആവുമ്പോഴേക്കും, അതായത് ഒരു 3 ദിവസം ആവുമ്പോഴേക്കും ചീര ഇതായിട്ട് വരും, തെളുത്ത് വരും. അപ്പം കുറച്ചൊന്ന് ഒരു 4 5 പരുവാകുമ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സീമക്കൊന്നയില്ലേ, സീമക്കൊന്നേൻ്റെ ഇല ഒരു 2-3 ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് നേർപ്പിച്ച് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളെ ഈ ഗോമൂത്രത്തിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടും. അതുകൊണ്ട് ഗോമൂത്രം കിട്ടാത്തവരാണ് ഇതുപോലെ ഒന്ന് നമുക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടിക്കടിക്കായി, അതായത് അടുത്തടുത്ത് ചീരകൾ ഉണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തിലുള്ളത് മാറ്റി നട്ടു കൊടുക്കുക. എന്നാൽ ബാക്കിയുള്ളതെല്ലാം നല്ല വളർച്ചയിലെത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്